Good morning, students. Now we are studying about thermodynamics. In this class, we can go to path function and point function. Path function. പേര് പറയുന്നത് പോലെ തന്നെ പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ഫോളോഡ് ഡ്യൂറിങ് ദ പ്രോസസ്. ആൻഡ് എക്സാമ്പിൾസ് ഓഫ് ദാറ്റ് പാത്ത് ഫംഗ്ഷൻസ് ആർ വർക്ക് ആൻഡ് ഹീറ്റ്. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ പോകാൻ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലേക്ക് പല പാത്തിലൂടെ പോവാം. അപ്പോൾ പോകുന്ന പാത്തിനെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വർക്ക് ആൻഡ് ഹീറ്റ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ദാറ്റ് പാത്ത് ഫംഗ്ഷൻ. നമുക്ക് വർക്കിനെ ഒരു എക്സാമ്പിളാക്കി എടുത്തുകൊണ്ട് നമുക്ക് ആ പാത്ത് ഫംഗ്ഷൻ എന്താണെന്ന് വൃത്തിയായിട്ട് നമുക്ക് പഠിക്കാം. സോ ഹിയർ വി ആർ ടേക്കിംഗ് എ ഗ്യാസ് സിസ്റ്റം. Initially, the gas system is at the point A or at the state A, and after some time, the gas system is reaching at the point B or at the state B. So, A is the initial state of the system and B is the final state of the system. And I am representing that state of that system or the process of that gas system in an indicator diagram. You know, in the indicator diagram, x-axis will be volume and y-axis will be pressure. And A is the initial state of that system, and on that state I can represent the pressure of that system as P1 and volume as V1. ആ പോയിന്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എ എന്ന് പറയുന്ന ആ പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലേക്ക് വരച്ചപ്പോൾ അവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റാണ് P1. ദാറ്റ് ഇസ് ദ പ്രഷർ ഓഫ് ദാറ്റ് സിസ്റ്റം. സിമിലർലി എയിൽ നിന്ന് വോളിയം ആക്സിസിലേക്ക് അല്ലെങ്കിൽ എക്സ് ആക്സിസിലേക്ക് വരച്ചപ്പോൾ അത് അവിടെ ടച്ച് ചെയ്യുന്നത് V1 എന്ന് പറയുന്ന പോയിന്റിലാണ്. സോ V1 ഈസ് ദ വോളിയം ഓഫ് ദാറ്റ് സിസ്റ്റം. So the initial state of that gas system at the point A can be represented by pressure P1 and volume V1. And the final state of the system is B. B means the pressure of that system at the point B is P2 and volume is V2. So the final state of the system can be represented by pressure P2 and volume V2. നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താ? സിസ്റ്റം ഈസ് ഗോയിങ് ഫ്രം ദ ഇനീഷ്യൽ സ്റ്റേറ്റ് എ ടു ബി. പല പാത്തിലൂടെയാണത് പോകുന്നതെന്ന് വിചാരിക്കുക. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? വർക്ക് ഡൺ എന്ന് പറയുന്നത് പാത്ത് ഫോളോ ചെയ്ത് തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. അതാണല്ലോ നമുക്ക് എന്ത് പറയാൻ പറ്റുക? വർക്ക് എന്ന് പറയുന്നത് നമ്മൾ പാത്ത് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അതായത് വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ബട്ട് ഓൾസോ ഓൺ ദ പാത്ത് ഫോളോ. അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ പാത്ത് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയാറ്. So here A is the initial state of the system and B is the final state of the system, and we are going to prove that the work done is depending not only on the initial state A and B but also on the path followed. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് എങ്ങനെയൊക്കെ പോകുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ 3 വഴിയാണ് എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നത്. ഫസ്റ്റ് വൺ മീൻസ് I am going to take that rectangle ACBD. ACBD എന്ന് പറയുന്ന റെക്ടാങ്കിൾ എടുക്കുകയാണെങ്കിൽ A to B എന്ന് പറയുന്നതിന് നമുക്ക് അതിനെ ഡയഗണലായിട്ട് എടുക്കാം. അപ്പോൾ ഒരു പാത്ത് എന്ന് പറയുന്നത് ദ സിസ്റ്റം ഈസ് ഗോയിങ് ഫ്രം എ ടു ബി ത്രൂ ദാറ്റ് ഡയഗണൽ. ആ ഡയഗണലിൽ എ നിന്ന് ബിയിലേക്ക് ഡയറക്റ്റ് പോകുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പാത്ത്. ആൻഡ് ഐ എം ഗോയിങ് ടു ടേക്ക് ദ സെക്കൻഡ് പാത്ത് as ദ സിസ്റ്റം ഈസ് ഗോയിങ് ടു എ ടു ബി ത്രൂ ഡി. എയിൽ നിന്ന് ബിയിലേക്ക് ഡി എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് പോകുന്നത്. അതായത് എയിൽ നിന്ന് ഡിയിലേക്ക് പോകുന്നു ആൻഡ് ഫ്രം ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ഫ്രം ഡി ടു ബി. ആൻഡ് ഐ എം ഗോയിങ് ടു ടേക്ക് ദ തേർഡ് പാർട്ട്, ദാറ്റ് ഈസ് the system is going from A to B through C. സിസ്റ്റം എയിൽ നിന്ന് ബിയിലേക്ക് സി റൂട്ടിലൂടെ പോകുന്നു. അതായത് സിസ്റ്റം ഈസ് ഗോയിങ് ഫ്രം എ ടു സി ആൻഡ് ഫ്രം ദാറ്റ് ദ സിസ്റ്റം ഈസ് ഗോയിങ് ഫ്രം സി ടു ബി. അതായത് ഈ 3 പ്രോസസ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ഈസ് എ ആൻഡ് ദ ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ഈസ് ബി ബട്ട് ദ പാത്ത് ഫോളോഡ് ആർ ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ ഓരോ പാത്തിലും നമുക്ക് വർക്ക് ഡൺ എന്താണ് എന്ന് നമുക്ക് എടുത്ത് നോക്കാം. ഈ വർക്ക് ഡൺ ഓരോ പാത്തിലും ഡിഫറെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വർക്ക് ഡൺ എന്ന് പറയുന്നത് പാത്തിനെ ഫോളോ ചെയ്യുന്ന ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ഇനി എല്ലാത്തിലും സെയിം ആണെങ്കിലോ നമുക്ക് എന്ത് പറയാൻ പറ്റും? വർക്ക് ഡൺ എന്ന് പറയുന്നത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ നമുക്കിവിടെ അറിയുന്ന കാര്യമാണെന്ത്? വർക്ക് ഡൺ എന്ന് പറയുന്നത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. വി ക്യാൻ പ്രൂവ് ഇറ്റ്. സോ ഐ എം ഗോയിങ് ടു ടേക്ക് ദ ഫസ്റ്റ് പാത്ത് എ ടു ബി ത്രൂ ദാറ്റ് ഡയഗണൽ. എ നിന്ന് ബിയിലേക്ക് ആ ഡയഗണൽ വഴി സിസ്റ്റം മൂവ് ചെയ്യുകയാണ്. ദ സിസ്റ്റം ഈസ് the initial state of the system is A and the final state of the system is B. എയിൽ നിന്ന് ബിയിലേക്ക് പല സ്റ്റേറ്റുകളിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ആ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് എ ടു ബി എന്ന് പറയുന്ന ആ ഡയഗണലാണ്. ആ ഡയഗണലി ആ സിസ്റ്റം എ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകുന്നു. And in the previous classes we studied that
വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് ഇൻഡിക്കേറ്റർ ഡയഗ്രാം ആണ് വർക്ക് ഡൺ എന്ന് നമുക്ക് പറഞ്ഞിരുന്നു. അതായത് ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ ആ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, വർക്ക് ഡൺ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ ആ ഇൻഡിക്കേറ്റർ ഡയഗ്രാം എക്സ് ആക്സിസിലേക്ക് ഉണ്ടാക്കുന്ന ആ സാധനത്തിൻ്റെ ഏരിയ എന്താണോ ആ ഏരിയ ആണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, വർക്ക് ഡൺ എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇസ്ന്റ് ഇറ്റ്? സോ ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ദ വർക്ക് ഡൺ. വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പോവാണ്. എ ടു ബി എന്നുള്ളതിൻ്റെ ഡയഗണലി പോയ ആ പാത്തിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പോവാണ്. ദെൻ ഐ ക്യാൻ ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ഫൈൻഡിങ് ദ ഏരിയ ഓഫ് ദാറ്റ് വൺ. ഇസ്ന്റ് ഇറ്റ്? സോ ഇറ്റ് ഈസ് ഗോയിങ് ടു എ ടു ബി. അപ്പോൾ നമുക്ക് എ ടു ബി പോകുമ്പോൾ അതിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത് ഇറ്റ് ഈസ് വെരി ഈസി ടു ഫൈൻഡ് ദ വർക്ക് ഡൺ. ഇസ്ന്റ് ഇറ്റ്? വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഐ ക്യാൻ ടേക്ക് ദ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം എ ബി എഫ് ഇ, അല്ലേ? എ ബി എഫ് ഇ എന്ന് പറയുന്ന ആ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ആയിരിക്കും എന്തെന്ന് നമുക്ക് പറയാം, വർക്ക് ഡൺ ഓഫ് ദ സിസ്റ്റം വെൻ ഇറ്റ് ഈസ് ഗോയിങ് ഫ്രം എ ടു ബി ത്രൂ ദ ഡയഗണൽ. ഓക്കെ, ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. ഒരു ട്രപ്പീസിയം എന്ന് വെച്ചാൽ എന്താണെന്നറിയാം? എന്താണ്? അതൊരു ക്വാഡ്രിലാറ്ററലാണ്. പക്ഷെ അതിന് രണ്ട് പാരലായിട്ടുള്ള ഒരു പെയർ ഓഫ് സൈഡ്സ് പാരലൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആ പാരലൽ സൈഡ് എന്ന് പറയുന്നത് എ ഇയും ബി എഫുമാണ്. സോ ഐ ക്യാൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം as എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഹാഫ് ഇൻറ്റു സം ഓഫ് ദ പാരലൽ സൈഡ്സ്. അവിടുത്തെ പാരലൽ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഇ ആൻഡ് ബി എഫ് ആണ്. സോ ഹാഫ് ഇൻറ്റു എ ഇ പ്ലസ് ബി എഫ്. പിന്നെ അത് രണ്ടും തമ്മിലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇ എഫ് ആണ് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നിന്ന് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇയിൽ നിന്ന് എയിലേക്കുള്ള ഹൈറ്റാണ്. ആ ഹൈറ്റ് എന്താണ്? അതിൻ്റെ വൈ ആക്സിസ് ഉള്ള ഹൈറ്റ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാം അതെന്ന് പറയുന്നത് എന്താ? P1 ആണ്. സിമിലർലി എഫ് ടു ബി എന്ന് പറയുന്ന ഹൈറ്റ് എന്താണ്? ദാറ്റ് ഹൈറ്റ് ഈസ് P2. ഇസ്ന്റ് ഇറ്റ്? സിമിലർലി ഇ ടു എഫ് എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് എത്രയാണ്? ഒറിജിനിൽ നിന്ന് എഫ് വരെയുള്ളത് V2 ആണ്, ഒറിജിനിൽ നിന്ന് ഇ വരെയുള്ളത് V1 ആണ്. അപ്പോൾ ഇ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? V2 മൈനസ് V1 ആയിരിക്കും. ഇസ്ന്റ് ഇറ്റ്? So the area of trapezium can be found as half into P1 plus P2 into V2 minus V1. ആ P1 എന്ന് പറയുന്നത്, ഒന്നുകൂടി പറയുന്നു, P1 എന്ന് പറയുന്നത് എന്താണ്? ഒരു പാരലൽ സൈഡിൻ്റെ ഹൈറ്റാണ്, അല്ലെങ്കിൽ ഒരു പാരലൽ സൈഡിൻ്റെ ലെങ്ത് ആണ്. അതെന്ന് പറയുന്നത് എന്താ? ഇ ടു എ എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ നമുക്കത് നോക്കിയാൽ മനസ്സിലാവും P1 ആണ്. P1 എന്ന് വെച്ചാൽ എന്താ? ആ ഒറിജിനിൽ നിന്ന് എ എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള പ്രഷർ, അല്ലെങ്കിൽ ആ ഹൈറ്റിനെയാണ് നമുക്ക് P1 എന്ന് പറയാൻ പറ്റുക. സിമിലർലി അടുത്തത് എന്താണ്? അടുത്ത പാരലൽ സൈഡിൻ്റെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആ പാരലൽ സൈഡ് എന്ന് പറയുന്നതിൻ്റെ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ? ബി എഫ് എന്ന് പറയുന്ന ആ സൈഡിൻ്റെ ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി എഫ് എന്ന് പറയുന്നത് അതിന് പാരലായിട്ട് നമ്മളല്ല, ബി എഫ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് P2 ആണെന്ന് നമുക്ക് ആ വൈ ആക്സിസിൽ നിന്ന് കിട്ടും. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു P1 പ്ലസ് P2. പിന്നെ ഇ എഫ് എന്ന് പറയുന്നത് ഫ്രം ദർ ഐ ക്യാൻ ഫൈൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു V2 മൈനസ് V1. സോ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ദ വർക്ക് ഡൺ is equal to half into P1 plus P2 into V2 minus V1. So okay, that is the W1, അതായത് വർക്ക് ഡൺ. എയിൽ നിന്ന് ബിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോയപ്പോൾ നമുക്ക് കിട്ടിയ വർക്ക് ഡൺ എന്ന് പറയുന്നതാണ് എന്ത്? ഹാഫ് P1 plus P2 into V2 minus V1. Then I am going to take the second part. The second part means the system is going from the state A to B through D. അപ്പോൾ A to ബി ത്രൂ ഡി എന്ന് പറയുമ്പോൾ അവിടുത്തെ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഐ വാണ്ട് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദാറ്റ് ഇൻറ്റിഗ്രേറ്റഡ് ഡയഗ്രാം, അല്ലേ? എ ടു ഡി എന്ന് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫിഗർ ഉണ്ടാകുന്നില്ല, അപ്പോൾ അവിടെ നമുക്ക് എടുക്കണ്ട. പിന്നെ ഡി ടു ബി ആണ്. അപ്പോൾ ആ ഡി ടു ബി ഉള്ളതിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുക. അതായത് എ ഡി ബി എന്ന് പറയുന്ന ആ പാത്തിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന പി വി ഡയഗ്രത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഹൗ ക്യാൻ ഐ ഫൈൻഡ് ഏരിയ ആണ്. വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? വി നീഡ് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഡി ബി എഫ് ഇ, അല്ലേ? ഒരു റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നതിന് തൽക്കാലം ഞാൻ എന്തായിട്ട് എടുക്കുക? ഡി ബി ആണ്, അല്ലെങ്കിൽ എഫ് ഇ ആണ്. രണ്ടും ഒന്ന് തന്നെയാണ് ലെങ്ത് ആയിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച പോലെ തന്നെ എഫ് ഇ എന്ന് പറയുന്നത് എന്താണ്? V2 മൈനസ് V1 ആണ്, ഇസ്ന്റ് ഇറ്റ്? പിന്നെ അപ്പോൾ ലെങ്ത് കണ്ടുപിടിച്ചു. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ഇ ആണ്, അല്ലേ? ഡി എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ, അല്ല തൊട്ട് മുമ്പത്തെ ഫിഗറിൽ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അതെന്ന് പറയുന്നത് എന്താണ്? P2 ആണ്. സോ ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഡി ബി എഫ് ഇ ക്യാൻ ബി ഫൈൻഡ് ആസ് P2 ഇൻറ്റു V2 മൈനസ് V1, that is W2. അതായത് വർക്ക് ഡൺ വെൻ ദ സിസ്റ്റം goes from initial state A to the final state B through the point D. അത് നമ്മൾ W2 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? P2 ഇൻറ്റു V2 മൈനസ് V1 ആണ്. ഓക്കെ,
ദെൻ വി ആർ ഗോയിങ് ടു ദ സെക്കൻഡ് പാത്ത് അല്ല, അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. തേർഡ് പാത്തിലെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. തേർഡ് പാത്ത് എന്ന് പറയുന്നത് എന്താണ്? എ ടു ബി ത്രൂ സി. എ ടു ബി ത്രൂ സി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റുക? വർക്ക് ഡൺ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ദ വർക്ക് ഡൺ വിൽ ബി ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എ സി എഫ് ഇ ആയിരിക്കും അല്ലേ. എയിൽ നിന്ന് സിയിലേക്ക് പോയി, സിയിൽ നിന്ന് ബിയിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഏരിയ ഈസ് ഈക്വൽ ടു, വി ക്യാൻ സേ ദാറ്റ് ഈക്വൽ ടു എ സി എഫ് ഇ. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എ സി എഫ് ഇ അല്ലെങ്കിൽ എ സി ഇ എഫ്, എനിവേ എ സി എഫ് ഇ. അപ്പോൾ അവിടെ നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ ഹിയർ ലെങ്ത് എന്ന് പറയുന്നത് എനിക്ക് ഇ എഫ് എന്നെടുക്കാം. ഇ എഫ് എന്ന് പറയുന്നത് V2 മൈനസ് P1 ആണ്. ബ്രെഡ്ത്തിന് എനിക്ക് വേണമെങ്കിൽ എ ഇ എന്നെടുക്കാം. ആൻഡ് വി നോ ദാറ്റ് എ ഇ ഈസ് ഈക്വൽ ടു P1. സോ ദാറ്റ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എ സി എഫ് ഇ ഈസ് ഈക്വൽ ടു P1 ഇൻറ്റു V2 മൈനസ് V1. ദാറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് W3. അപ്പോൾ വി ഹാവ് 3 പാത്തിലൂടെ പോയപ്പോഴുള്ള വർക്ക് ഡൺ ഞാൻ എടുക്കുന്നത്. ഒരു പാത്തിലൂടെ പോയപ്പോഴുള്ള വർക്ക് ഡൺ W1 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു P1 പ്ലസ് P2 ഇൻറ്റു V2 മൈനസ് V1. മറ്റൊരു പാത്തിൽ കൂടി പോയപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു P2 ഇൻറ്റു V2 മൈനസ് V1. മൂന്നാമത്തെ പാത്തിൽ കൂടി പോയപ്പോൾ ദാറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു P1 ഇൻറ്റു V2 മൈനസ് V1. സോ ഫ്രം ദർ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് W1 എന്ന് പറയുന്നത് എന്തല്ല? W2 അല്ല. W2 എന്ന് പറയുന്നത് എന്തല്ല? W3 അല്ല അല്ലേ. അപ്പോൾ എയിൽ നിന്ന് ബി എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് വെൻ ദ സിസ്റ്റം ഈസ് ഗോയിങ് ഫ്രം ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ടു ദ ഫൈനൽ സ്റ്റേറ്റ് ബി, വർക്ക് ഡൺ എന്ന് പറയുന്നത് ഏത് പാത്തിൽ കൂടി പോയാലും ഒരേ വർക്ക് ഡൺ അല്ല. ദ വർക്ക് ഡൺ വിൽ ഡിപ്പെൻഡ് ഓൺ ദ path followed. Otherwise we can find that the work done depends not only on the initial and final state but also on the path followed. So we can say work done is a path function. So that is about the path function. അപ്പോൾ path function എന്ന് പറഞ്ഞാൽ path function എന്താ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഒന്നും പറയാനൊന്നുമില്ല. path function means it's a thermodynamic function which depends on path followed during the process നമുക്ക് പറയാം. അതിൻ്റെ എക്സാമ്പിൾ വർക്ക് ആൻഡ് ഹീറ്റ് എന്നാണ്. നിങ്ങൾക്ക് സിലബസിൽ ഈ പറയുന്ന ഫിഗർ ഇല്ല എന്ന് തോന്നുന്നു. അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി എന്താണ് പാത്ത് ഫംഗ്ഷൻ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി എടുത്തതാണ്. ആൻഡ് അനദർ വൺ ഈസ് പോയിന്റ് ഫംഗ്ഷൻ. അപ്പോൾ വേറെ ഒരെണ്ണം നമ്മൾ പഠിക്കാനുള്ള പോയിന്റ് ഫംഗ്ഷൻ ആണ്. പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പറയാം പാത്ത് ഫംഗ്ഷൻ അല്ലാത്ത ഫംഗ്ഷൻ. അതായത് എന്താ? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ പാത്ത് ഫോളോഡ്. ഇഫ് ദ സിസ്റ്റം ഈസ് ഗോയിങ് ഫ്രം ദ പോയിന്റ് എ ടു ബി ആൻഡ് ഇഫ് വൺ ഓഫ് ദ ഫംഗ്ഷൻ ഈസ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് ദോസ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ക്യാൻ ബി നെയിംഡ് ആസ് പോയിന്റ് ഫംഗ്ഷൻസ് ഓർ സ്റ്റേറ്റ് ഫംഗ്ഷൻ. അത് പേര് തന്നെ പറയുന്നുണ്ട് സ്റ്റേറ്റ് ഫംഗ്ഷൻ, അതായത് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ സ്റ്റേറ്റ്. Path function എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ വിച്ച് ഡിപ്പെൻഡ്സ് path also, but here state function means it is a function which depends only on state. അതിൻ്റെ എക്സാമ്പിളാണ് ഇൻറ്റേർണൽ എനർജി, എൻട്രോപ്പി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് വാട്ട് യു മീൻ ബൈ ഇൻറ്റേർണൽ എനർജി മീൻസ് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി അതെങ്ങനെയാണ് അതിനെപ്പറ്റി പറയാൻ പറ്റുകയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എനർജി കണ്ടന്റ് ഓഫ് ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ എനർജി കണ്ടന്റിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ഇൻറ്റേർണൽ എനർജി എന്ന് പറയാൻ പറ്റുക. അത് ആ സിസ്റ്റത്തിൻ്റെ എല്ലാ എനർജിയുടെയും, കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും തെർമോഡൈനാമിക്കലി വേറെ വല്ല എനർജിയുടെയും ഈ എനർജിയുടെ എല്ലാത്തിൻ്റെയും കൂടി സം ആയിട്ടുള്ള എനർജിയാണ് നമുക്ക് ഇൻറ്റേർണൽ എനർജി എന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ബട്ട് ഇഫ് ദ സിസ്റ്റം ഈസ് ഗോയിങ് ഫ്രം എ സ്റ്റേറ്റ് എ ടു ദ സ്റ്റേറ്റ് ബി, നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആ സ്റ്റേറ്റ് എയിലും സ്റ്റേറ്റ് ബിയിലും ഉണ്ടായിരുന്ന ഇൻറ്റേർണൽ എനർജിയുടെ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ വി ക്യാൻ ഫൈൻഡ് ഓൺലി ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ആൻഡ് വി cannot ഫൈൻഡ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഇൻറ്റേർണൽ എനർജി ഓർ ദ ഇൻറ്റേർണൽ എനർജി ഓഫ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ്. ഒരു പ്രത്യേക സ്റ്റേറ്റിൻ്റെ ടോട്ടൽ ഇൻറ്റേർണൽ എനർജി എന്താണ്, ഒരു സിസ്റ്റത്തിലുള്ള ടോട്ടൽ എനർജി കണ്ടന്റ് എന്താണ് എന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ബട്ട് വി ക്യാൻ ഫൈൻഡ് ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഇൻറ്റേർണൽ എനർജിക്കുള്ള ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. സോ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ഓർ ഇറ്റ് ഈസ് എ പോയിന്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ഇൻറ്റേർണൽ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അങ്ങനെ ഒരു ചോദ്യമൊന്നും വരുമൊന്നുമില്ല. എന്താണ് ഇൻറ്റേർണൽ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നത് എന്താ? ഇറ്റ് ഈസ് ദ ടോട്ടൽ എനർജി ഓർ ഇറ്റ് ഈസ് ദ എനർജി കണ്ടന്റ് ഓഫ് എ സിസ്റ്റം. ആൻഡ് അതിനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യം കൂടി പറയാൻ പറഞ്ഞാൽ നമുക്ക് പറയാം വി ക്യാനോട്ട് ഫൈൻഡ് ദ ടോട്ടൽ എനർജി ഓഫ് എ പർട്ടിക്കുലർ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഇഫ് ദ സിസ്റ്റം ഈസ് ചേഞ്ചിങ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് വി ക്യാൻ ഫൈൻഡ് ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജിയുടെ ചേഞ്ചിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമുക്കൊരു കാര്യം പറയാൻ പറ്റുക. ആൻഡ് വി ക്യാൻ സേ വൺ മോർ തിങ്, ദാറ്റ് ഈസ് ദിസ് ഇൻറ്റേർണൽ എനർജി ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ.
സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ വിച്ച് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ പാത്ത് ഫോളോഡ്. അപ്പോൾ അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഈ ക്ലാസ്സിൽ വളരെ ചെറിയായിട്ടുള്ള 2 കാര്യം പറഞ്ഞിട്ടുള്ളൂ. പാത്ത് ഫംഗ്ഷൻ എന്താണ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്താണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ തന്നെയാണ്, അതിന് തന്നെയാണ് പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയുക. പാത്ത് ഫംഗ്ഷൻ എന്താണ്, പോയിന്റ് ഫംഗ്ഷൻ എന്താണ് എന്നുള്ള ചെറിയ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ വർക്ക് ഡൺ വെച്ചിട്ട് പാത്ത് ഫംഗ്ഷനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. അത് സിലബസിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് അറിയണം എങ്ങനെയാണ് വർക്ക് ഡൺ എന്ന് ഒരു പാത്ത് ഫംഗ്ഷൻ ആവുന്നത് എന്നുള്ളത്. ഇറ്റ്സ് ഓക്കെ. ബൈ.